തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശിയായ സൈനികൻ ഗുജറാത്തിലെ ജോലിസ്ഥലത്ത് വെച്ച് സ്വയം വെടിവെച്ച് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ കുടുങ്ങിയ അമിതാഭ് ഉദയ് എന്ന 26-കാരൻ്റെ മൊഴികൾ ഇപ്പോൾ പോലീസിന് പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ബുദ്ധിമാനായ ക്രിമിനൽ, അതിരുകടന്ന ലൈംഗിക വാസനകളുള്ള സൈക്കോ വ്യക്തിത്വം എന്നിങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അമിതാഭിനെ പോലീസ് വിശേഷിപ്പിക്കുന്നത്. ഒരേ സമയം പല കാമുകിമാരിൽ അഭിനയിച്ചിരുന്ന അമിതാഭാണ് ആർദ്ര എന്ന മുൻ കാമുകി മരിക്കാനും കാരണമായത്. തൻ്റെ ലൈംഗിക സ്ഥിതിയിലും കഴിവുകളിലും അതിരുകടന്ന് അഭിരമിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു 2 മരണങ്ങളുടെ പേരിൽ റിമാൻഡിലായ റൂറൽ SP ഓഫീസിലെ അമിതാഭിൻ്റേത്. ആർദ്ര മരിച്ച സമയം പോലീസ് അമിതാഭിൻ്റെ വാട്സാപ്പ് പരിശോധിച്ചപ്പോൾ നിരവധി സ്ത്രീകളുടെ നഗ്നചിത്രങ്ങളും ബന്ധമുള്ള സ്ത്രീകളുടെ വിശദാംശങ്ങളും ആണ് കണ്ടെത്തിയത്. ലൈംഗിക ബന്ധത്തിൽ താൻ മിടുക്കനാണ് എന്നാണ് അന്ന് പോലീസിനോട് അമിതാഭ് തുറന്നു പറഞ്ഞത്. ഒരു തവണ തന്നോട് ലൈംഗിക ബന്ധം പുലർത്തിയവർ ആരും തന്നെ വിട്ടുപോയിട്ടില്ല. ആർദ്രയും തന്നെ പ്രശംസിച്ചിട്ടുണ്ടെന്ന് അന്ന് അമിതാഭ് പോലീസിനോട് പറഞ്ഞു. ഒരു പ്രതി എന്ന ഫീലിംഗ് പോലുമില്ലാതെയാണ് അന്ന് അമിതാഭ് ഇത്തരം കാര്യങ്ങളിൽ തുറന്നു പറച്ചിൽ നടത്തിയത്. സൈക്കിക് പ്രശ്നങ്ങൾ ഉള്ള അപകടകാരി, ഏതൊക്കെയോ ലഹരി മരുന്നുകൾക്ക് അടിമ, ഈ ഫീലിംഗ് ആണ് അന്ന് അമിതാഭിനെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസിന് മനസ്സിലായത്. വളരെ പെട്ടെന്ന് സ്ത്രീകളുമായി അടുക്കുന്ന സവിശേഷത അമിതാഭിനു സ്വന്തമായിരുന്നു. 16 വയസ്സുള്ളപ്പോഴാണ് ആർദ്രയെ അമിതാഭ് വലയിൽ വീഴ്ത്തുന്നത്. ഒട്ടനവധി പെൺകുട്ടികളെയാണ് അമിതാഭ് ചതിച്ചത്. സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗിക്കുകയും അവരിൽ നിന്ന് ആഭരണങ്ങൾ ഉൾപ്പെടെ കൈക്കലാക്കുകയും അമിതാഭിൻ്റെ രീതികൾ തന്നെയായിരുന്നു. ആത്മഹത്യ ചെയ്ത സൈനികൻ വിശാഖിൻ്റെ ഭാര്യയുടെ ആഭരണങ്ങളും ഇപ്രകാരം അമിതാഭ് കൈവശപ്പെടുത്തിയിരുന്നു. വിവാഹം എന്ന ഉറപ്പിലായിരുന്നു ആർദ്ര അമിതാഭിന് അടിമയായത്. എന്നാൽ കാര്യങ്ങൾ കഴിഞ്ഞതിനാൽ വിവാഹം മുടക്കാൻ അമിതാഭ് ശ്രമിച്ചു. വിവാഹത്തിനായി വെള്ളനാട് ഒരു മണ്ഡപം ആർദ്രയുടെ വീട്ടുകാർ ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ മണ്ഡപത്തിൽ വെച്ചൊന്നും വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും അറിയിച്ചതിനെ തുടർന്ന് ആർദ്രയുടെ വീട്ടുകാർ ബുക്ക് ചെയ്ത വിവാഹ മണ്ഡപം റദ്ദാക്കുകയായിരുന്നു. ഇതോടെയാണ് രജിസ്റ്റർ വിവാഹം എന്ന ആശയത്തിലേക്ക് ഈ വിവാഹം നീങ്ങുന്നത്. പക്ഷേ പിന്നീടുള്ള ഫോൺ സംഭാഷണങ്ങളിൽ അമിതാഭ് പതിവായി ആർദ്രയുമായി ഉടക്കിക്കൊണ്ടിരുന്നു. ആർദ്ര മരിച്ച ദിവസവും അമിതാഭ് ആർദ്രയുമായി വഴക്കിട്ടിരുന്നു. ഇതേ തുടർന്ന് നീ വാ, നിനക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് വാ എന്നാണ് ആർദ്ര പറഞ്ഞത്. താൻ തൂങ്ങി നിൽക്കുന്നത് കാണാം എന്ന് ആർദ്ര തന്നോട് പറഞ്ഞെന്നാണ് അമിതാഭ് പറയുന്നത്. ഇതേ തുടർന്ന് വീട്ടിലെത്തിയപ്പോൾ ആർദ്ര മരിച്ചു നിൽക്കുന്നതാണ് കണ്ടതെന്നും അമിതാഭ് പറയുന്നു. ഈ മരണത്തിന് പിന്നാലെ അമിതാഭ് തൻ്റെ ഫോൺ നശിപ്പിച്ചതും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുകയാണ്. അമിതാഭിൻ്റെ സ്വഭാവ സവിശേഷതകളും പ്രകൃതവും മനസ്സിലാക്കി കഴിഞ്ഞ ആർദ്രയുടെ വീട്ടുകാർ ഇപ്പോൾ ആർദ്രയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന വിലയിരുത്തലിലേക്കും നിയമ നടപടികളിലേക്കും കടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. പട്ടി അവൻ്റെ കൂടെ 1000 പെണ്ണുള്ളടത്ത് ഇത് നമുക്കല്ലേ നഷ്ടപ്പെട്ട, ഞങ്ങൾക്കല്ലേ എൻ്റെ വേദനയും. നമുക്ക് അവൾ ഒരു പറയാൻ പറ്റും, അത്രയ്ക്ക് വലിയ ഒരു അവൾ നമുക്ക് എന്തുമാത്രം പ്രതീക്ഷയും എന്തൊക്കെ കാരണമാണ്. മറ്റന്നാൾ ഞാൻ അങ്ങ് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി മക്കൾ മറ്റന്നാൾ വാ എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു, മോൻ പറഞ്ഞു അമ്മ ഞാൻ വരുമ്പോൾ അമ്മ കരയരുത് എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കരയില്ല. അപ്പോഴും ഞാൻ ഓർത്ത് ഇവളെ കൊണ്ടുപോകാനോ ഇവളെ അങ്ങ് ആക്കാനോ എന്തോന്നാണ് ഞാൻ വിചാരിച്ചത്. അമിതാഭ് അറിയുമോ ഈ അമ്മമാരെ? താങ്കൾ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി വഞ്ചിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു പോയ ആർദ്രയുടെ അമ്മയാണ് ഞങ്ങൾ ആദ്യം കാണിച്ചത്. രണ്ടാമത് കണ്ടത് താങ്കളും താങ്കളുടെ ഒരു പൂർവ്വ കാമുകിയും ചേർന്ന് വഞ്ചിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു പോയ ആ കാമുകിയുടെ തന്നെ ഭർത്താവായ സൈനികൻ വിശാഖിൻ്റെ അമ്മ. എപ്പോഴെങ്കിലും ഈ കണ്ണുനീർ കാണുന്നുണ്ടെങ്കിൽ താങ്കളൊന്ന് പശ്ചാത്തപിക്കണം. പോലീസിലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫായ അമിതാഭ് നിരവധി പെൺകുട്ടികളെയാണ് വലയിലാക്കിയത്. അതിൽ ഒരാളായിരുന്നു ആർദ്ര.
MSCക്ക് 1ാം റാങ്ക് മേടിച്ച പെൺകുട്ടി. വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ആർദ്ര അമിതാഭിനെ ഫോണിൽ വിളിച്ചു. നിനക്ക് ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. വീട്ടിലെത്തിയ അമിതാഭ് കാണുന്നത് ആർദ്ര തൂങ്ങി നിൽക്കുന്നതാണ്. അവൻ പറഞ്ഞത് ഇവർ തമ്മിൽ വഴക്കുകൂടി, ഫോണിൽ കൂടെ വഴക്കുകൂടിയതാണ് കാരണം. അതുകൊണ്ട് ഇവളിങ്ങനെ വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണ് അവൻ വന്നതെന്നാണ് പറയുന്നത്. എന്തോനെ അപ്പം അവൻ അവിടെ ഉണ്ടായിരുന്നു കൂടെ ഈ സംഭവത്തിൽ. ആ വീട്ടിൽ വെച്ച് മരിച്ചില്ല, വീട്ടിൽ വെച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ ആണെന്ന് അവൻ പറയണം. നമ്മളാരും ഉണ്ടായിരുന്നില്ലല്ലോ. അവൾ 11 മണിക്ക് ഞാൻ വിളിക്കണം. രാവിലെ ഞാൻ 8:30 ഞാൻ ചേട്ടനും കൂടെ ഷോപ്പിൽ പോവുകയാണ്. അപ്പോഴും അവളെ പിന്നെ മോളെ ഞാൻ 11 മണിക്ക് വിളിച്ച് കാപ്പി കുടിച്ചാന്നൊക്കെ ചോദിച്ചിട്ട്, കാരണം അവിടെ കോളേജിൽ നിന്ന് വന്ന് 13 ദിവസമേ ആയുള്ളൂ വിളിച്ചുകൊണ്ട് വന്നിട്ട്, കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് 13 ദിവസമേ ഉള്ളൂ. അപ്പം കോളേജിൽ നിന്നൊക്കെ വന്നതല്ലേ, അപ്പം രാത്രി ഉറങ്ങാൻ ഒരുപാട് താമസിക്കും. ഹോസ്റ്റലിലൊക്കെ അങ്ങനെ 2 മണി വരെയൊക്കെ പഠിച്ചിട്ട് രാവിലെ കിടന്ന് ഉറങ്ങും. രാവിലെ ഞങ്ങൾ പോയപ്പം ടാറ്റയൊക്കെ പറഞ്ഞ് നിന്ന കുട്ടിയാണ്. 11 മണിക്ക് ഞാൻ വിളിച്ച് ചോദിച്ച് പിന്നെ കാര്യമൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് 12 മണിക്കാണ് ഈ സംഭവം. അപ്പോഴവനെ വിളിച്ച് വരുത്തിയത്. അവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ പൊക്കി പിടിച്ച് നിർത്തിക്കൊണ്ടാണ് വിളിച്ചതെന്ന് പറയണം ആൾക്കാർ. ഞങ്ങൾ വെള്ളനാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് സംഭവം എന്ന് ചോദിച്ചു. അപ്പോഴും നമുക്ക് വന്ന ആൾക്കാർ പറഞ്ഞതാണ്, നമ്മൾ ഞങ്ങൾ ചെന്ന് ബൈക്കിൽ ഇറങ്ങിയതും വണ്ടി വന്നിട്ട് വണ്ടിയിൽ കയറ്റിയിരുന്നു. അപ്പോൾ എന്തോന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ സംഭവം പറഞ്ഞു. അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പം വെള്ളനാട് ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു, അയ്യോ പോയിസനും ഉണ്ട്, നിങ്ങൾ പിന്നെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കാം. നമുക്ക് അറിഞ്ഞൂടാ അവന്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അവൻ വണ്ടി കയറിയായിരുന്നു. വണ്ടി കയറിയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് വണ്ടി കയറിയില്ല, അവൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പോയി. അപ്പോഴും അവിടെ കൂടിയിരുന്ന ആൾക്കാർ പറഞ്ഞ് കയറാൻ പറഞ്ഞു വണ്ടിയിൽ കൂടെ. കയറി ഇവൻ അപ്പം വെള്ളനാട് ഹോസ്പിറ്റലിന് ഇവൻ ഇറങ്ങി. എന്നിട്ട് വെള്ളനാടിൽ നിന്ന് ഇവൻ വണ്ടിയിൽ കയറിയിട്ട് ഞാൻ അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു പോയിസനുണ്ടെന്ന്. പോയിസനൊന്നുമില്ല, തൂങ്ങിയത് തന്നെ എന്ന് പറഞ്ഞാൽ മതി എന്നെന്താ പറഞ്ഞാൽ. അതിനേക്കാൾ കഷ്ടമാണ് വിശാഖിന്റെ കഥ. വിവാഹം കഴിഞ്ഞ് ജോലിസ്ഥലത്തേക്ക് മടങ്ങിയ വിശാഖിന്റെ ഫോണിലേക്ക് അയാളുടെ ഭാര്യയുമൊത്തുള്ള അശ്ലീല ചിത്രങ്ങൾ അമിതാഭ് അയച്ചു കൊടുത്തു. ഇത് കണ്ട് മനംനൊന്താണ് ആ സൈനികൻ ആത്മഹത്യ ചെയ്തത്. 16-ാം തീയതി ഈ അമിതാഭിന്റെ വീട്ടിൽ ഇവള് പോയി. അമിതാഭിന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ഇവളെ ഇരുത്തിക്കൊണ്ട് കുറേ വീഡിയോസ് വൃത്തികെട്ടത് മോനെ അയച്ചു കൊടുത്തു. അതിൻ്റെ ഒറ്റ കാരണം ഈ മരണത്തിന് മോനെ ഈ കൊല്ലാൻ കാരണം അതാ, കൊന്നെന്ന് പറഞ്ഞാൽ മതി. അത് കണ്ടിട്ടാണ് അവൻ പിന്നെ ചോദിച്ചത്, ഇവളോട് ചോദിച്ചത്. എനിക്ക് അതൊന്നും അല്ല. എനിക്ക് ഈ 5 മണിക്ക് ഇവളെ അറിഞ്ഞിട്ട് അവൻ ഇനി ജീവിച്ചിരിക്കൂല, ജീവനോടെ ഇവിടെ വരൂല, പിന്നെ നിൻ്റെ നിനക്ക് എടുക്കാനുള്ളതൊക്കെ എടുക്ക്, നീ പോയെന്ന് പറയുമ്പോഴത്തേന് ഇവള് കരഞ്ഞ് അതിനകത്ത് കിടന്ന് കരയാണ് ഫോണിൽ കൂടെ. ഞാൻ ചെല്ലുമ്പോൾ ഒക്കെ എന്നോട് പറഞ്ഞൂടെ, തീർത്ത് കംപ്ലീറ്റ് പറയണ്ട, വേറെ ഒന്നും പറയണ്ട, അമ്മ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ മൂത്തവൻ്റെ സെൻറ്ററിൽ നിന്ന് വിളിച്ച അവിടെ പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇതിൽ നിന്ന് അവർ മാറ്റും, ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി. ഈ തോക്കിൻ്റെ ഒന്നും കൊടുക്കൂല. പോലീസിന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 6 പെൺകുട്ടികളെയെങ്കിലും അമിതാഭ് വലയിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ പലർക്കും പരാതിയില്ല. വിശാഖിന്റെയും ആർദ്രയുടെയും കേസുകളിലാകട്ടെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അത് ഈ നാട്ടിൽ വലിയൊരു കുറ്റമല്ലാത്തതിനാൽ അമിതാഭിന് സ്വതന്ത്രമായി ഇറങ്ങി നടക്കുകയും ചെയ്യാം. എന്നാൽ ഇയാൾ ഇത്തരം ചെയ്തികൾ ഇനിയും ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് പോലീസ് പോലും പറയുന്നത്. ക്യാമറ പേഴ്സൺ ഷീത്തിനൊപ്പം ശ്യാമർ ബാബു, മീഡിയ 1. നമസ്കാരം. ആർദ്രയുടെ മരണത്തിൽ അമിതാഭിന്റെ അമ്മ സദീറയ്ക്കും പങ്കുണ്ടെന്ന് ആർദ്രയുടെ അച്ഛൻ രാജഗോപാലൻ നായർ മറുനാടൻ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആർദ്രയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയത്.